സ്നേഹിതരെ, കോടതി സമയമാണ്, പോകേണ്ട സമയമായി. എങ്കിലും മാതൃഭൂമി പേപ്പർ രാവിലെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. വേറെ പലർക്കും തോന്നാം. അതുകൊണ്ട് അതൊന്ന് പരാമർശിക്കാൻ വേണ്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന ഫ്രണ്ട് പേജിൽ തന്നെ ഇട്ടിരിക്കുക. എവിടെ വയോജന കമ്മീഷൻ? മാതൃഭൂമി പത്രത്തിലെ ന്യൂസാണ്. പ്രായം ചെന്ന ഒരാളെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ വയോജന കമ്മീഷൻ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വയോജന കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചു. അത് തീരുമാനിച്ചിട്ട് വളരെ വർഷങ്ങളായി. പക്ഷേ നാളിതുവരെ അത് അസംബ്ലിയിൽ ആ ബില്ല് അവതരിപ്പിച്ചിട്ടില്ല. അടുത്ത വെള്ളിയാഴ്ച അസംബ്ലി കൂടുകയാണ്. അപ്പോൾ ആ ബില്ലിൽ വളരെ പരമപ്രധാനമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ ബില്ല് പ്രായം ചെന്ന ആൾക്കാർക്ക് ഏറ്റവും പ്രയോജനപ്രദമാണ്. ഇപ്പോൾ ഏതാണ്ട് 2025-ൽ 2015-ൽ 13% വയോജനങ്ങളുള്ളതായിട്ടായിരുന്നു കണക്ക്. ഇപ്പോൾ അത് 25% വരെ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ചെയ്യാൻ മരുന്നും പുതിയ ജീവിതശൈലിയും മറ്റു കാര്യങ്ങൾ കൊണ്ട് എല്ലാവരുടെയും ആയുർദൈർഘ്യങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ പ്രായം ചെന്ന ആൾക്കാർ കൂടി. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ മക്കളുടെയും കടമയാണ്. വിദേശ രാജ്യങ്ങളിൽ അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, കാനഡ, അതുപോലെ ജർമ്മനി, ഫ്രാൻസ് ഇതുപോലുള്ള വിദേശ രാജ്യങ്ങളിൽ എല്ലായിടത്തും ഈ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാർ തന്നെ സംരക്ഷിക്കുന്നു. അവർക്ക് പെൻഷനുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ഇവിടെ വെറും 1500 രൂപ പെൻഷനുണ്ട്. അത് സമയത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് വയോജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ വരുന്നു. ഒരു ജീവിതകാലം മുഴുവൻ പിള്ളേർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അടിമപ്പണി ചെയ്യുന്നവർ അടുക്കളയിൽ കിടന്ന് പണി ചെയ്തിട്ടും അവസാനം അവർക്ക് ജീവിക്കാനോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു 100 രൂപ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ പിള്ളേർ പലപ്പോഴും അവരെ ഉപേക്ഷിക്കുകയും അതുപോലെ അനാഥാലയങ്ങളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ആക്കുന്നത്. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബില്ല്. ആ ബില്ല് നമ്മുടെ സംസ്കാരത്തിനും കേരളത്തിലെ ജനതയുടെ നിലനിൽപ്പിനും അതുപോലെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആൾക്കാരുടെ കുടിയേറ്റവും മറ്റു കാര്യങ്ങളും വെച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. പിള്ളേരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, വയോജന കമ്മീഷൻ സ്ഥാപിക്കുക. മറ്റ് ആനുകൂല്യങ്ങളില്ലാത്തവർക്ക് 5000 രൂപ പെൻഷൻ കൊടുക്കുക, സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുക, അതുപോലെ അന്ത്യനാളുകളിൽ വീട്ടിലാക്കാൻ ലിവിങ് ബില്ല് കൊണ്ടുവരിക, വയോജനങ്ങൾക്ക് പാലിയേറ്റീവ് കെയർ സേവനം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. അന്ത്യനാളുകൾ വീട്ടിലാക്കാൻ ലിവിങ് ബില്ലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അന്ത്യനാളുകളിൽ ഒരു പിള്ളേരുടെ കൂടെ താമസിക്കുന്ന ഒരു കാരണവന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ അന്ത്യനാളുകളിലാക്കാതെ ഈ ഇവിടെ താമസിക്കുന്ന പിള്ളേർ തന്നെ, അതല്ല വിദേശത്ത് പോകാത്ത പിള്ളേർ തന്നെ യാതൊരു പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നുമില്ലാതെ അവരെ കൊണ്ടുപോയി ഇങ്ങനെ ഈ അനാഥാലയങ്ങളിലും മറ്റു കാര്യങ്ങളിലും ആക്കുന്നത്. അതിനാണ് അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നത്. എന്നാൽ ഇതേ സംബന്ധിച്ചുകൊണ്ട് നേരത്തെ ഒരു നിയമം ഉണ്ടായിരുന്നു. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് ദി പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് ആൻഡ് റൂൾസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു നിയമം 2007 എഴുതി. 2007 ആ നിയമം വന്നതിന് ശേഷം വളരെയധികം അമെൻമെൻറ്റും മറ്റു കാര്യങ്ങളും ഉണ്ടായി. അമെൻമെൻറ്റ് അനുസരിച്ചുകൊണ്ട് കാരണവന്മാരുടെ സ്ഥലം പിള്ളേർ എന്തെങ്കിലും കാരണവശാൽ എഴുതി മേടിക്കുകയല്ലേ അവർക്ക് അവകാശപ്പെട്ടതോ മറ്റു കാര്യങ്ങൾ പിള്ളേർ കാശോ മറ്റു കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ കാരണവന്മാർ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കണമെന്നും തിരിച്ച് ആധാരം എഴുതി കൊടുക്കണമെന്നും അങ്ങനെയുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കാരണവന്മാരെ കൊണ്ട് അനാഥാലയത്തിൽ തള്ളുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് പിള്ളേർക്ക് ജീവിക്കാനും മറ്റു കാര്യങ്ങളും ഉള്ളപ്പോൾ അവർക്ക് ആ വീടുകളിൽ ജീവിക്കാനുള്ള അവകാശത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെല്ലാം ഈ ആക്ടിനകത്തുണ്ട്. അതുകൊണ്ട് ഈ ആക്ട് പാസ്സാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, യൂറോപ്യൻ കൺട്രീസിൽ പിള്ളേർ 18 വയസ്സായി കഴിഞ്ഞാൽ മാതാപിതാക്കൾ പിള്ളേരെ നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തന്നെത്താൻ ജീവിക്കാം. അതുപോലെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പിള്ളേർ വലുതായി കഴിയുമ്പം പ്രായം ചെന്ന് കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ സർക്കാരാണ് അവർക്ക് പെൻഷനും അവർക്ക് ജീവിക്കാനുള്ള ഇടവും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നു. അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട കാര്യം ഇല്ല. ഇപ്പോൾ കേരളത്തിലെ കാര്യവുമല്ല, ഇന്ത്യയിലെ കാര്യവും അങ്ങനെയല്ല. അപ്പോൾ ഈ നമ്മുടെ വല്യമ്മമാർക്കും അതുപോലെ ആൾക്കാർക്കുമൊക്കെ ഇപ്പോൾ എനിക്കും പ്രായമായി. ഇപ്പോൾ എനിക്കും എൻ്റെ മകൻ്റെ കൂടെയും അതുപോലെ മകനല്ലെങ്കിലും മകളല്ലെങ്കിലും കൊച്ചുമക്കളോടുകൂടെ അവരുടെ കളികളും കണ്ട് ഇല്ലേ ആനക്കളിയും കളിച്ച് ആനപ്പുറത്ത് കയറ്റി നടക്കണമെന്നും അവരുടെ തമാശകൾ കാണണമെന്നുള്ള ഒരാഗ്രഹം പ്രായം ചെന്ന ആർക്കും ഉണ്ടാകും. പക്ഷേ അതിന് പോലും സാധിക്കാതെയാണ് പല കാരണവന്മാരെയും കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോയി വിടുന്നത്. അതുകൊണ്ട് ഈ വയോജനങ്ങളെ ആദരിക്കണം. അങ്ങനെ ആദരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷേ ഇപ്പോഴുള്ള പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട പ്രൈവസിയും മറ്റു കാര്യങ്ങളും വേണമെന്നാണ് പറയുന്നത്. ആ പ്രൈവസി കിട്ടണമെന്നുണ്ടെങ്കിൽ കാരണവന്മാരെ ജീവിച്ചാലോ അല്ലെങ്കിൽ ആ കാരണവന്മാരെ നോക്കാൻ വേണ്ടിയിട്ട് ജോലിക്കാരെ നിർത്തി കഴിഞ്ഞാൽ ആ പ്രൈവസി അവരുടെ നഷ്ടപ്പെടുമെന്ന് പറയുന്നത്. അത് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന്
അറിയത്തില്ല. പിള്ളേരെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ വീട്ടിൽ നിർത്തി സംരക്ഷിക്കുന്നതിന് ചെറിയ ചിലവ് വരുള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ വീട്ടിൽ നിർത്തി സംരക്ഷിക്കുന്നതിന് 5000 രൂപ ആകുന്നുണ്ടെങ്കിൽ പുറത്ത് നൽകി 10000, 20000, 50000 രൂപ കൊടുത്താണ് ഇപ്പോൾ അനാഥാലയങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നത്, അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത്. എന്നാൽ ഈ അനാഥാലയങ്ങളിൽ ഏൽപ്പിക്കുന്ന ആൾക്കാരെ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് വലിയ വലിയ വക്കീലന്മാർ, IAS, ഡോക്ടേഴ്സ്, കോളേജ് പ്രൊഫസേഴ്സ്, ഇങ്ങനെയുള്ള വലിയ വലിയ ബിസിനസ്സുകാരെ അത്രയും കാണുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആണ് ഏൽപ്പിക്കുന്നത്. പിന്നെ വിദേശത്ത് പോകുന്ന ആൾക്കാരുടെ എന്ന് വെച്ചാൽ പിള്ളേർക്ക് ജോലിക്ക് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഏൽപ്പിക്കാത്ത പിള്ളേർ വിദേശത്ത് പോകുന്നവരും വീട്ടിൽ വെച്ച് ജോലിക്കാരെ വെച്ച് അവിടെ CCTV ക്യാമറയും വെച്ച് ജോലിക്കാരെയും വെച്ച് നോക്കുന്ന 10000 വിദേശത്ത് കിടക്കുന്ന പിള്ളേരുണ്ട്. എല്ലാ കാരണവന്മാരെയും കൊണ്ടുപോയി അനാഥാലയത്തിൽ തള്ളുകയില്ല. അവർക്കെല്ലാം വലിയ വീടുകളും കൊട്ടാരം പോലുള്ള വീടുകളും മറ്റ് സൗകര്യങ്ങളും ഉള്ളവരായിരിക്കും. അവരെ കൊണ്ട് അനാഥാലയത്തിൽ കൊണ്ട് തള്ളുന്നില്ല. ആ പിള്ളേർ കൃത്യമായിട്ട് നോക്കുകയും ഫോൺ ചെയ്യുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ഇതിനെല്ലാം ശേഷിയുള്ള നോക്കാൻ ബാധ്യതയുള്ള പലരും അനാഥാലയത്തിൽ വിടുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ വിടുന്നുണ്ട്. അയച്ചാൽ വയോജനങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ പരിചരണമാണ്. ആ പരിചരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാൽ അനാഥാലയത്തിൽ കിട്ടത്തില്ല. അനാഥാലയത്തിൽ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ശുശ്രൂഷ മറ്റു കാര്യങ്ങൾ കൊടുക്കുമായിരിക്കും. പരിചരണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് വീടുകളിൽ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് സ്നേഹമായിട്ട് വേണം കൊടുക്കാൻ. ഈ പ്രായം ചെന്ന് കഴിഞ്ഞാൽ പലർക്കും പല ആഹാരങ്ങൾ കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം കാണും. ചിലർക്ക് പായസം കുടിക്കണമെന്ന് തോന്നും, ചിലർക്ക് ഇച്ചിരി പന്നിയിറച്ചി കഴിക്കണമെന്ന് തോന്നും, ചിലർക്ക് നല്ല വെജിറ്റേറിയൻ സാപ്പാട് കഴിക്കണമെന്നും, ചിലർക്ക് ചേന കഴിക്കണമെന്ന് തോന്നും, ചിലർക്ക് ബിരിയാണി കഴിക്കണമെന്ന് തോന്നും. അങ്ങനെ ഒരു ആഗ്രഹം വീട്ടിലാണെങ്കിലല്ലേ പറഞ്ഞാൽ കിട്ടുള്ളൂ. ഒരു കോമണായിട്ടൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. അതുപോലെ പിള്ളേരോടൊപ്പം കളിക്കാൻ പറ്റും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ വല്യമ്മ ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ 10-11 വയസ്സുള്ളപ്പോൾ എന്നെ അന്ന് വല്യമ്മയുടെ കൂടെ കിടത്തുമായിരുന്നു. എന്നാൽ എൻ്റെ പെങ്ങളായ മേരിക്കുട്ടിയോ മറ്റോ അവിടെ അമ്മയോട് വല്യമ്മയോട് കിടത്തുകയില്ല. അതുകൊണ്ട് മേരിക്കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, മമ്മി ഞാനും അമ്മ ഉറങ്ങിയെന്ന് കണ്ടു കഴിയുമ്പോഴത്തേന് കാൽക്കീഴേ വന്ന് കിടക്കുന്നു. അതാണ് അന്നത്തെ ഒരു സംസ്കാരവും. അമ്മ പറയുന്ന കഥകളും വല്യമ്മ പറയുന്ന കഥകളും മറ്റു കാര്യങ്ങളും എല്ലാം കേട്ട് സുഖമായിട്ട് ഇരിക്കുന്ന ഒരു സംഭവങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ ഈ ഇപ്പോഴുള്ള നമ്മളെല്ലാവരും പ്രായം ചെന്ന് കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും ചില ദേഷ്യങ്ങളും അതുപോലെ തന്നെ ചില സങ്കടങ്ങളും ചില പ്രയാസങ്ങളും മറ്റു കാര്യങ്ങളുണ്ടാകും. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മൾ പോയ കാലങ്ങളെപ്പറ്റിയും നമ്മുടെ ചെറുപ്രായങ്ങളെപ്പറ്റിയും മറ്റും നമ്മൾ ആലോചിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാമായിരുന്നല്ലോ, അതിൻ്റെ പേര് ചെറിയ കുറ്റബോധം ഉണ്ടാകും. പിള്ളേരോട് അത് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ പിള്ളേർ കാണിക്കുന്ന ചില കാര്യങ്ങളോട് നമുക്ക് ദേഷ്യം വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനുമുള്ള കഴിവും ആത്മാർത്ഥതയും ആ പിള്ളേർക്കുണ്ടാകണം. ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ അതുണ്ടാവുള്ളൂ. ആ പറയുന്ന ആൾക്കാർ ഇങ്ങനെ ഈ അനാഥാലയങ്ങളിലും സൗകര്യമായിട്ട് ജീവിക്കാനും മറ്റ് മാർഗ്ഗമുള്ള പിള്ളേർ ഇങ്ങനെ അനാഥാലയത്തിലും മറ്റും കൊണ്ടുപോയി വിട്ട് കഴിയുമ്പോഴത്തേന് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാലം വന്നു കഴിയുമ്പോൾ ആ പിള്ളേർ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങളുടെ തള്ളയെ കൊണ്ടുപോയി വിട്ടതല്ലേ, എന്നാൽ പിന്നെ എനിക്ക് നിന്നെയും എൻ്റെ അപ്പനെയും അമ്മയും കൊണ്ടുപോയി വിടാൻ മേലെയെന്ന് ആ പിള്ളേർ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വായടങ്ങി പോവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ക്രിയകൾ കണ്ട് വളരുന്ന പിള്ളേരുണ്ട് എന്നുള്ള ഒരു ഓർമ്മ എല്ലാ കാരണവന്മാർക്കും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ പല പിള്ളേർക്ക് ഇപ്പോൾ ഉള്ള വിഷയം വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് പല ബുദ്ധിമുട്ടുകൾ കാണും. പലർക്കും പല ഈ IT ജോലിയും അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് കാരണവന്മാരെ എപ്പോഴും പരിചരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോവുക, രാവിലെ വീട്ടിലെ ശാപ്പാടെല്ലാം ഉണ്ടാക്കിയിട്ട് പോവുക, കഴിഞ്ഞ് വന്ന് പരിചരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ട് വരും. അതുപോലെ ആശുപത്രിയിലിരിക്കുന്ന ഇപ്പോൾ ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പല അസുഖങ്ങളുണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ പഴയ രീതിയിൽ എല്ലാവരുമായിട്ട് കാണണം. എല്ലാവർക്കും ഈ കെട്ടിവന്ന വീട്ടിലെ പെണ്ണുങ്ങളും അവരുടെ ഭർത്താവും പിള്ളേരും മാത്രമല്ല ഉള്ളത്, അവർക്ക് സഹോദരന്മാരും അവരുടെ അപ്പന്മാരും അമ്മമാരും എല്ലാവരും കാണും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഒരു കുടുംബമായിട്ട് കണ്ടുകൊണ്ട് ഒരു കൈത്താങ്ങ് കൊടുക്കാൻ ആ പെങ്ങളാണേലും പെങ്ങളുടെ മക്കൾക്കാണേലും സഹോദരങ്ങൾക്കാണേലും അല്ലാത്തവർക്കാണേലും ഒരു കൈത്താങ്ങ് കൊടുക്കാൻ എല്ലാവർക്കും ഒരു ബാധ്യതയുണ്ട്. ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവരെ കൊണ്ടുപോയി കുറച്ച് ദിവസം വീട്ടിൽ നിർത്തുന്ന കാര്യത്തിലായിരിക്കും, ഇല്ല ആശുപത്രി നയിക്കുന്ന കാര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന കാര്യത്തിലായിരിക്കും. അങ്ങനെ കൈത്താങ്ങ് കൊടുക്കാനുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉള്ള അവസരങ്ങളിൽ എല്ലാവർക്കും ഉണ്ട്. അതെല്ലാം കൂടെ കൊടുത്ത് സ്വരൂപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയോ മനോഹരമായിട്ട് ഈ വയോജനങ്ങളെയും പ്രായം ചെന്ന ആൾക്കാരെയും നമുക്ക് നോക്കാൻ പറ്റും എന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. എനിക്കറിയാം, എൻ്റെ പല സുഹൃത്തുക്കളും എൻ്റെ സ്വന്തത്തിലും അതുപോലെ ഭാര്യയുടെ സ്വന്തത്തിലും എൻ്റെ കൂടെ പഠിച്ചാണ് പാലായിലുള്ള സജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ അച്ഛനെയും അമ്മയും നോക്കുന്നത് ഞാൻ കണ്ടു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നല്ല പൈങ്കിളിമാരിയ്ക്കുന്ന പോലെ ഇടതും വലതും അവർ 2 കസേരയിലിരിക്കുന്നു. രാവിലെ തന്നെ അലക്കി തേച്ച ചട്ടയും മുണ്ടും, അപ്പന് നല്ല വെള്ള ഷർട്ടും വെള്ള മുണ്ടും അവരെ പരിചരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ 10, 85, 90 വയസ്സുള്ള ആൾക്കാരാണ്. നമ്മളൊക്കെ അന്തം വിട്ട് നോക്കി നിന്ന് പോകും. അതുപോലെ തന്നെ ഇങ്ങനെ പല ആൾക്കാരെ എനിക്കറിയാം. ഇപ്പോൾ ഇവിടെയുള്ള പാലാരിവട്ടത്തുള്ള എൻ്റെ പെങ്ങളുടെ മോടെ യുടെ ഹസ്ബൻഡ് ഭർത്താവ് അവർ നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇച്ചായനൊക്കെ ഞങ്ങൾ വിളിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ പലരും നന്നായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സമൂഹത്തിൽ പല പുഴുക്കുത്തുകളും പല വിഷയങ്ങളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ലാതെ കാർന്നോന്മാരുടെ കാശ് മേടിച്ച് പുട്ടടിച്ചിട്ട് അവസാനം അവരുടെ കാശ് കൊണ്ട് തന്നെ കൊണ്ട് അനാഥാലയത്തിലൂടെ സംരക്ഷിക്കുന്നു. അങ്ങനെ സംരക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആരുടെ ഓചാരം വേണ്ടല്ലോ, ഇവർക്ക് തന്നെ അനാഥാലയത്തിൽ പോയി നിൽക്കാമല്ലേ, ഇവരവിടെ കൊണ്ടുപോയി തള്ളിയിട്ട് പോവുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആൾക്കാർ ഈ കാർന്നോന്മാരെ പരിചരിക്കുന്ന കാര്യവും മറ്റു കാര്യങ്ങളും വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വളരെ അത്യന്താപേക്ഷിത ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ആ ബില്ല് ഉടനെ പാസ്സാക്കുകയും കാർന്നോന്മാരെ വീട്ടിൽ വെച്ച് പരിചരിക്കാനും അതുപോലെ തന്നെ അവർക്ക് അവിടെ താമസിക്കാനും ഉള്ള അവകാശം നിലനിർത്തി അവരെ അവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാനുള്ള അവകാശം നിലനിർത്തണം. പിള്ളേരുടെ ഈ കാശുണ്ടെന്നുണ്ടെങ്കിൽ കാർന്നോന്മാരെ അന്നേരം ഓടിക്കൊണ്ട് അനാഥാലയത്തിലാക്കുകയല്ല, അല്ലെ കാർന്നോന്മാരുടെ കാശ് കൊണ്ട് അനാഥാലയത്തിലല്ല ആക്കുന്നതിനെതിരെയുള്ള ബില്ലാണ്. അതുകൊണ്ട് ആ ബില്ല് അടിയന്തരമായിട്ട് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഇന്നത്തെ പേപ്പറിൽ അതുപോലെ തന്നെ ഓർമ്മകളുടെ കയ്യൊപ്പിൽ എന്ന് പറഞ്ഞുകൊണ്ട് അനാഥാലയത്തെ പറ്റി വളരെ മാതൃഭൂമി തന്നെ എഴുതുന്നുണ്ട്. ഓർമ്മകളുടെ കയ്യൊപ്പിൽ എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി പത്രമുള്ള ആൾക്കാർ ഇന്നിത് വായിക്കണം, അവർ സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഓമനത്തിങ്കൾപ്പാടി 107 കിടന്ന് കാർത്തിയാനിയമ്മ. അപ്പോൾ ആ കാർത്തിയാനിയമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീയെ എത്ര മനോഹരമായിട്ടാണ് അമ്മയെ അവരുടെ മക്കളും കൊച്ചുമക്കളും ഒന്നും പറയുന്ന ആൾക്കാർ നോക്കുന്നത്. ഇതൊക്കെ നമ്മൾ കാണുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരുപടി കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ പിള്ളേർക്കും കൊച്ചുമക്കൾക്കും കിട്ടുന്ന അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന അറിവുകളും ആയിരുന്ന ആൾക്കാർ പകർന്നു കൊടുക്കുന്ന അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂളിലോ മറ്റൊരു സ്ഥാപനങ്ങളിലോ കിട്ടാത്ത അറിവുകൾ അവർക്ക് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഉള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ട് വയോജന ബില്ല് സർക്കാർ അടിയന്തരമായിട്ട് ഈ അസംബ്ലി വെള്ളിയാഴ്ച അസംബ്ലി തുടങ്ങുകയാണ്. അതുകൊണ്ട് ഈ അസംബ്ലി തന്നെ പാസ്സാക്കണം. ഈ 25% കേരളത്തിൽ വയോജനങ്ങളുണ്ട്. അതുകൊണ്ട് ആ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറുപ്പക്കാരായ ആൾക്കാരെല്ലാവരും അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് പോരാടണം എന്ന് ഞാൻ പറയുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രയത്നിക്കണം. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ആ ബില്ല് പാസ്സാക്കി ഇവിടെ അത് നടപ്പാക്കണം, എത്രയും പിടിയും നടപ്പാക്കണമെന്നുള്ള ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. ദാറ്റ്സ് ഓൾ.